ഹലോ ഗൈസ്, രാവിലെ തന്നെ നമ്മൾ ശർക്കരയിട്ട് അട ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെ തന്നെ അല്ലൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉമ്മി എനിക്ക് നാളെ മധുരമുള്ള അട മതിയെന്ന്. അവന് ഭയങ്കര ഇഷ്ടമാണ് മധുരമുള്ള അട. അപ്പം അവനിക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ അട ഉണ്ടാക്കി. അല്ലൂസിന് രാവിലെ കഴിക്കാൻ തന്നെ ഇഷ്ടം. പക്ഷെ ഉമ്മി മധുരം ഇല്ലാതെ അട ഉണ്ടാക്കിയായിരുന്നു. കഴിക്കാവോ? അതിനാ ചുമ്മാ പറഞ്ഞ. എങ്ങനത്തെ അട അമ്മ ഉണ്ടാക്കി? രണ്ടുപേരും കുഞ്ഞു വർത്താനമൊക്കെ പറഞ്ഞ് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് സഫ്രൂട്ടൻ പറയുന്നുണ്ട്, എടാ ഉമ്മി നിന്നെ പറ്റിച്ചു, മധുരമില്ലാത്ത അടയാടാ തന്നതെന്നൊക്കെ. അപ്പോൾ ഉടനെ പ്ലേറ്റൊക്കെ നീക്കി വെച്ചിട്ട് വേണ്ടാന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ രണ്ടുപേരും ഇരുന്ന് ഫുഡ് കഴിച്ചു. തപ്പൂസ് നേരത്തെ കഴിച്ചു. എന്നിട്ട് അവൾ കുളിക്കാൻ കയറിയിട്ടുണ്ട്. അവൾക്ക് ആദ്യം ബസ് വരുന്നത് തപ്പൂസിന്. അങ്ങനെ 3 പേരും കുളിച്ച് റെഡി ആയിട്ടുണ്ട്. അക്കിനെ കൊണ്ടുവിടാൻ ഞാൻ പോകുന്നത് കണ്ടപ്പോഴേ രണ്ടുപേരും കൂടെ എൻ്റെ പുറകെ ചാടിയിട്ടുണ്ട് അക്കിനെ കൊണ്ടുവിടാൻ. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ലു പറയുന്നുണ്ട്, അക്കിനെ കൊണ്ടുവിടാൻ പോവാന്ന്. ഇന്ന് രാവിലെ ചെറുതായിട്ട് മഴ പൊടിഞ്ഞായിരുന്നു. ഇപ്പം മഴയില്ല. രാവിലെ ബസ് കയറാനൊക്കെ പോയി നിൽക്കുമ്പോൾ മഴയൊക്കെയാണെങ്കിൽ ഭയങ്കര പാടാണ്. പിള്ളേരുടെ ദേഹവും യൂണിഫോമും ഒക്കെ നനഞ്ഞ്. ഇപ്പം മഴ തോർന്നു നിൽക്കുക. രാവിലെ ഒന്ന് മഴ പെയ്തായിരുന്നു. ഈ നടകയറ്റം ഒരു പാട് തന്നെയാണ് ഗൈസ്. തപ്പ് പറയുന്നുണ്ട് ഈ നട കയറാൻ ഭയങ്കര പാടാന്നൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് തപ്പ് പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം തൂത്ത് വൃത്തിയാക്കി ഇട്ടതാ പിന്നെയും ചപ്പ് വീണുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അവിടെ പോയി നിന്നതും നമ്മുടെ മീൻകാക്ക വന്നിട്ടുണ്ടായിരുന്നു. കൊഴുവായും കിളിയും കരിമീനും അങ്ങനെ ഒത്തിരി മീനുണ്ടായിരുന്നു. നമ്മൾ കൊഴുവ മേടിച്ചിട്ടുണ്ട്. പിള്ളേർക്ക് കൊഴുവ വറുത്തതാണെങ്കിൽ ഒത്തിരി ഇഷ്ടമാണ്. ചോറ് നന്നായിട്ട് കഴിച്ചോളും. അങ്ങനെ നമ്മൾ കൊഴുവ മീൻ മേടിച്ചു. അതാകുമ്പോൾ ഉച്ചത്തെ പരിപാടിയും കഴിഞ്ഞോളൂല്ലോ. മീൻ മേടിച്ച് വെച്ചപ്പോൾ തന്നെ നമ്മുടെ തപ്പുപെണ്ണിൻ്റെ ബസ് എത്തിയിട്ടുണ്ട്. അങ്ങനെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് തപ്പു പോയി. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങി വന്നു. അടുത്ത സെക്ഷൻ, അടുത്ത രണ്ടുപേരെയും കൊണ്ട് വിടാൻ വേണ്ടിയിട്ട് അടുത്ത കയറ്റം കയറാൻ പോവാണ് ഗൈസ്. ഞാൻ ഇന്ന് 3ാമത്തെ തവണയും നട കയറുന്നത്. രാവിലെ പാലിന് ഒരു വട്ടം പോയിട്ട് വന്നു. അവിടെ പോയി ഇച്ചിരി നേരം നിന്നപ്പോൾ തന്നെ നമ്മുടെ പിള്ളേരുടെ ബസ് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ മക്കളും പോയി. എന്നൊക്കെ പറഞ്ഞാലും 2 മാസം പിള്ളേർ കൂടെ ഉണ്ടായിട്ട് വീട്ടിൽ വന്നു കയറുമ്പോൾ തന്നെ ഒരു രസമില്ല. എനിക്ക് പിള്ളേരുള്ളപ്പോൾ ഒരനക്കമല്ലേ, ബഹളവും ഒന്നും പറയണ്ട. അങ്ങനെ രാവിലത്തെ മോർണിംഗ് ഞങ്ങളുടെ ഇങ്ങനെയൊക്കെയാണ് ഗൈസ്. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.